വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഞാനിന്ന് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹം ഇന്ന് ഞാൻ സഫലീകരിക്കാനായിട്ട് പോവുകയാണ്. വലുതായിട്ടൊന്നും അല്ല കേട്ടോ, എന്തായാലും നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം. എന്തായാലും നിങ്ങൾക്ക് തമ്പനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഏട്ടന് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. എന്താവും എന്നറിയില്ല, എന്നെ അടിച്ച് പുറത്താക്കുമോന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്തായാലും എൻ്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ദേ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്, ഒറ്റപ്പാലത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. വന്നിട്ട് ഏട്ടനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സർപ്രൈസ് ആവും, അത് ഞാൻ സർപ്രൈസ് ആവുമെന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ ദേ നമ്മൾ അമ്മയ്ക്കൊരു മോതിരം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും ജ്വല്ലറിക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ജ്വല്ലറിക്കാണല്ലോ എന്തായാലും പോകുന്നത്, അപ്പം നമുക്ക് സെക്കൻഡ് സ്റ്റേഡ് കൂടി അടിച്ചേക്കാമെന്ന് അപ്പോഴാണ് കേട്ടോ പെട്ടെന്നൊരു തോന്നലുണ്ടായത്. എന്തായാലും ഞാൻ അടിക്കാനിരിക്കുകയായിരുന്നു. ഏട്ടനോട് കുറേ ആയിട്ടോ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു. മൂക്കുത്തി അടിക്കാനായിട്ട് ഏട്ടന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ സെക്കൻഡ് സ്റ്റേഡ് വലിയ കുഴപ്പമില്ലല്ലോ, അത് ചെവിയിലാണുള്ളത്, മുഖത്തല്ലല്ലോ. അപ്പം ഞാൻ മുന്നേ ഉള്ളൊരു ആഗ്രഹമാണ്, അച്ഛനോടൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ പറയും കല്യാണം കഴിഞ്ഞിട്ട് നീ എന്താ അച്ഛൻ ചെയ്തോ, ഭർത്താവ് പറയുമ്പോൾ നിനക്ക് ഇഷ്ടമാണെങ്കിൽ അടിച്ചോ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഏട്ടനോട് വെച്ചപ്പോൾ ഏട്ടനും ഇഷ്ടമല്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേഡ് വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, മൂക്കുത്തിയാണല്ലോ മുഖത്താണല്ലോ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഞാൻ ജ്വല്ലറിയിൽ പോയിട്ട് സെക്കൻഡ് സ്റ്റേഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. എനിക്ക് എന്തായാലും പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ സെക്കൻഡ് സ്റ്റേഡ് അടിച്ചപ്പോൾ. അങ്ങനെ ഇതേ ഫൈനലി ഞാനിതാ സെക്കൻഡ് സ്റ്റേഡ് ഇവിടെ അടിച്ചേക്കുവാണ് കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല വേദനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ പേരോട് ഞാൻ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു എങ്ങനെയുണ്ട് സെക്കൻഡ് സ്റ്റേഡ് അടിച്ചിട്ട്, ഗൺ ഷൂട്ട് എങ്ങനെയുണ്ട്, നല്ല വേദന ഉണ്ടാവുമെന്നൊക്കെ. ചിലർക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഗൺ ഷൂട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. ആ അടിച്ച ആ സമയത്തൊരു ഇത്, അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, കല്യാണത്തിന് മുന്നേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു സെക്കൻഡ് സ്റ്റേഡ് അടിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി വീട്ടിൽ പോയിട്ട് ഏട്ടനോട് പറയുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമുക്കിനി ഈ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ. അപ്പോൾ ഇനി റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അടുത്തത്. എന്താവുമെന്ന് അറിയില്ല, ചീത്ത കേൾക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല, വലിയ ബോറൊന്നായിട്ട് തോന്നണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.